ഈജിപ്ഷ്യൻ വിശ്വാസമാണ്. ഈജിപ്ഷ്യൻ വിശ്വാസം എന്നതാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ഉണ്ടായ സംഭവം. അതിപ്പോ ഞാനിപ്പോ ഹാരിസ് പറഞ്ഞാണ്, സപ്പോസ് ഹാരിസ് പറഞ്ഞാണെങ്കിൽ ഹാരിസിന്റെ സോള് ഹാരിസിന്റെ ബോഡി വിട്ട് പോയിട്ട് മറ്റ് യൂണിവേഴ്സിൽ പോയിട്ട് യാത്ര ചെയ്യാം. അപ്പൊ നമ്മളെ ഏകദേശം കാണുന്നത് നമുക്ക് തോന്നി നമ്മളെ സ്വപ്നങ്ങൾ ഏകദേശം രൂപങ്ങളിലാണ്. സ്വപ്നയാത്ര നടത്താന്നറിയണോ അല്ലെ? സ്വപ്നം കൊണ്ട് തന്നെ എന്ത് ചരിത്രം രചിച്ചവരൊക്കെ ഉണ്ട്. സാൽവഡോർ ദാലി എന്ന് പറയുന്ന ഒരു പെയിന്റർ ഉണ്ട്, സാൽവഡോർ ദാലി. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം ബ്രഷ് പിടിച്ച് കിടന്നുറങ്ങുന്നു. എന്നിട്ട് ഉറങ്ങി എഴുന്നേക്കുന്നതിന് മുമ്പ് അദ്ദേഹം സ്വപ്നം കണ്ടുണ്ടാവുന്ന അതായിരിക്കും അയാൾ ക്യാൻവാസിൽ വരയ്ക്കുന്ന സാധനം. അപ്പൊ നമ്മളിന്ന് വർക്കുകൾ വെച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. വർക്ക് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വലിയൊരു ബഹറാണ്. ഞാനിങ്ങനെ നമ്മള് ടോപ്പിക് എടുത്ത് വെച്ചാൽ എങ്ങനെ വർക്കിനോട് സംസാരിക്കാനുള്ളത്. അപ്പൊ വർക്കുള്ള ടോപ്പിക്കിന്റെ വീട്ടിൽ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ക്ലാസ്സിൽ എന്തെങ്കിലും ഇവന്റ് ഇരിക്കുമ്പോ എല്ലാവരും ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്. ഏതൊക്കെ ടയർഡാണ്. ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് നീച്ചപ്പോ പോഡ്കാസ്റ്റ് എനിക്ക് ചെയ്യണല്ലോ. അവിടെ പെട്ടെന്ന് മൈൻഡിലേക്ക് വർക്കുള്ള സംഭവം ഉള്ളത്. അപ്പം എന്തുകൊണ്ട് വർക്കിനെ പറ്റിയൊരു പോഡ്കാസ്റ്റ് ചെയ്തുകൂടെ മൈൻഡിൽ വന്ന്. അപ്പം വർക്ക് പറഞ്ഞാല് വലിയൊരു ബഹറാണ്. വലിയൊരു ബഹറാന്ന് പറയാൻ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം രാവിലെ നീച്ചണ്, രാത്രി ഉറങ്ങണി, ആ ഒരു സൈക്കിള് മാത്രമേ നമ്മളടുത്ത് വർക്കിനെ പറ്റുള്ളൂ. പക്ഷെ സത്യത്തിൽ പറഞ്ഞാല് വർക്കുകൾ അതിന്റെ സയന്റിഫിക് ആയും അതിന് മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാടില്ല. അപ്പം വർക്ക് തുടങ്ങുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. വർക്ക് എങ്ങനെ തുടങ്ങാനുള്ളത്, വർക്കിന്റെ തുടക്കം എങ്ങനെയാണ്, അത് മനുഷ്യരിലാണോ അതുപോലെ തന്നെ ജീവികളിലാണോ? പക്ഷെ സയൻസ് ഏകദേശം അവസാനിക്കുന്നത് എവിടെയാണ്? ഉറക്കമുള്ളത് മൃഗങ്ങളിലാണെന്നാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ബാക്ടീരിയ അങ്ങനത്തെ കാര്യങ്ങളാണ് ഉറക്കങ്ങൾ തുടങ്ങുക പറയുന്നത്. റഷാദ് അവളടുത്ത് ഉറക്കത്തിനെ പറ്റി ഇങ്ങനെ പോഡ്കാസ്റ്റ് ചെയ്യാമെന്ന് ഇങ്ങനെ അറിയാൻ വായിച്ച് എന്തിനാ ഉറക്കത്തിനെ പറ്റി ചെയ്യണത്, എന്തപ്പോ പറയാണ്ടാവും നമ്മളെ ഫസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ പിന്നെയാണ് അങ്ങനെ മനസ്സിലായത് അങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകളിലാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ ഉറക്കത്തിനെ പറ്റി പയ്യെ ഇങ്ങനെ അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഉറക്കം. അപ്പൊ നമ്മ ഫസ്റ്റ് ചോദിച്ചു, ആരായിരിക്കും ഫസ്റ്റ് ഉറങ്ങിയിട്ടുണ്ടാവാന്നുള്ള ചോദ്യം. ഫസ്റ്റ് ചോദ്യം ആരായിരിക്കും ഫസ്റ്റ് ഉറങ്ങിയിട്ടുണ്ടാവാന്നുള്ളത്. അങ്ങനെ നമ്മളിങ്ങനെ തപ്പി കുറച്ചൊക്കെ തപ്പി ചാറ്റ് ജി പി ടി എടുത്ത് ചാറ്റ് ജി പി ടി ഉത്തരം പറയാണ്. അങ്ങനെ മനുഷ്യന്മാരിലും തന്നെ ഫസ്റ്റ് ഉറക്ക ജീവികളിലൊക്കെ എന്നാണ്. പിന്നെ നമ്മൾ 2-3 ആർട്ടിക്കിൾ നോക്കിയപ്പോഴാണ് കിട്ടിയത് ഉറക്കം എന്നുള്ളതാണ് ഈ എവല്യൂഷണറി തിയറി പ്രകാരം മനുഷ്യന്മാർക്ക് മുമ്പേ ഉറക്കമുണ്ട്. അതായത് ഈ മറ്റേ മൈക്രോ ഓർഗാനിസത്തിലൊക്കെ ഉറക്കം എന്നുള്ള സംഭവം അവർക്ക് ബ്രെയിൻ ഇല്ല അന്ന്. ആ സമയത്തൊന്നും അതിന്റെ വികാസം നടന്നിട്ടില്ല. അപ്പൊ ബ്രെയിൻ ഇല്ലാതെ എങ്ങനെ ഉറങ്ങാൻ കഴിയും? നമ്മ ഉറങ്ങി എന്നുള്ള മനസ്സിലാണെങ്കിൽ നമ്മൾ കണ്ണടയ്ക്കണം. കണ്ണടച്ച് തുടങ്ങുമ്പോഴേ നമുക്ക് ഉറക്കം എന്നുള്ള ആ ഒരു സൈക്ലിംഗ് കറക്റ്റ് മനസ്സിലാവുള്ളൂ. കണ്ണടച്ച് തുറന്നാലേ. അപ്പൊ അവര് പറയുന്നത് അങ്ങനത്തെ ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. ആ പ്രക്രിയ എന്താണ്, ഈ ജീവികളിലൊക്കെ കൃത്യമായിട്ട് നടന്നിരുന്നു എന്നുള്ളതാണ് അന്നത്തെ കാലത്തും. അതാണ് ഈ ഉറക്കത്തിന്റെ ആ ജീവികളിലുള്ളത്. മെയിൻ ആയിട്ട് നാം പറയാറ് നീരാളിലൊക്കെയാണ് ഉറക്കത്തിന്റെ ശേഷം നീരാളി തുടങ്ങണതൊക്കെ. പിന്നീട് ഈ മനുഷ്യന്മാരുടെ ഉറക്കത്തിൽ തന്നെ ആൻഷ്യൻ പീരീഡ് ഒരുപാട് ഇതുണ്ട്. ഈ യൂറോപ്യൻ മേഖലയിലൊക്കെ ചില അതില് വരുന്ന വെച്ചാല് ഉറക്കമുള്ളത് ആൻഷ്യന്റ് പീരീഡിലാണ് ഒരു നേരെ അതിനെ കൊണ്ടുവരുന്നത്. ആൻഷ്യന്റ് പീരീഡിൽ ഓരോരുത്തരും വ്യത്യസ്തമായിട്ട് അതിനെ കണ്ടിട്ടുള്ളത്. അതിനെ ഈ ഓരോ സ്ഥലത്തും പറഞ്ഞാല് ഈ ഗ്രീക്ക് ഓരോരുത്ത് വേറെ സംഭവമാണ്. അതിൽ പറഞ്ഞാൽ ഈ ഗ്രീക്ക് മിത്തോളജി ഉണ്ട്. ഗ്രീക്ക് മിത്തോളജിയിൽ വെച്ചാൽ ഓരോരുത്ത് ഹിപ്നോസ് പറഞ്ഞിട്ടുള്ള ഓരോ ഗോഡ് ഉണ്ട്. സ്ലീപ്പിനായിട്ട് അറിയപ്പെടുന്ന ഒരു ഗോഡാണ്. എന്നാൽ സ്ലീപ്പിനായിട്ട് ഒരു ദൈവം. എന്നിട്ട് അതിനനുസരിച്ച് അത്രയും നല്ല റെസ്പെക്ട് സാധനം അവരെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ വേറെ സംബന്ധിച്ചാൽ ഈ ഈജിപ്ഷ്യൻ വിശ്വാസമാണ്. ഈജിപ്ഷ്യൻ വിശ്വാസം എന്നതാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ഉണ്ടായ സംഭവം. അതിപ്പോ ഞാനിപ്പോ ഹാരിസ് പറഞ്ഞാണ്, സപ്പോസ് ഹാരിസ് പറഞ്ഞാണെങ്കിൽ ഹാരിസിന്റെ സോള് ഹാരിസിന്റെ ബോഡി വിട്ട് പോയിട്ട് മറ്റ് യൂണിവേഴ്സിൽ പോയിട്ട് യാത്ര ചെയ്യാൻ. മറ്റ് യൂണിവേഴ്സിൽ ഇങ്ങനെ പോയി ഇപ്പൊ നമ്മളെ ഏകദേശം കാണുന്നത് നമുക്ക് തോന്നി നമ്മളെ സ്വപ്നങ്ങൾ ഏകദേശം രൂപങ്ങളിലാണ്. സ്വപ്നയാത്ര നടത്താന്നറിയണോ അല്ലെ? കാണാത്ത പോലെ ലോകങ്ങളിൽ നമ്മൾ എന്താണ് ആൻഷ്യന്റ് പീരീഡിലാണ് യൂറോപ്പില് സെഗ്മെന്റ് സ്ലീപ്പ് എന്നൊരു സംഭവം ഉണ്ട്. ഇപ്പത്തെ പല പഠനങ്ങളിലും സെഗ്മെന്റ് സ്ലീപ്പ് വരുന്നുണ്ട്. പക്ഷെ ആൻഷ്യന്റ് പീരീഡില് സെഗ്മെന്റ് സ്ലീപ്പ് എന്ന് വെച്ചാൽ യൂറോപ്പില് ആൾക്കാർ ഉറങ്ങും. രാത്രി കുറച്ചു നേരം ഉറങ്ങിയിട്ട് പിന്നെ എണീച്ചതിന് ശരി പണിക്ക് പോവും, കൃഷി ചെയ്യാൻ പോവാ, അല്ലെങ്കിൽ അവരുടെ വർക്ക് എന്താണോ ജോലിക്ക് പോവാ, അവരാ വർക്ക് ചെയ്യും, തിരിച്ചു വരും, കിടന്നുറങ്ങും. 2 ടൈമായിട്ട് ഉറങ്ങുന്ന സെഗ്മെന്റ് സ്ലീപ്പ് എന്നൊരു സംഭവം. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഉറക്കത്തിന് എണീച്ച് പഠിക്കുക. രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എണീച്ച് പഠിക്കാൻ മറ്റുള്ളവരുടെ നമ്മളൊക്കെ അങ്ങനൊരു സമയത്താണ് ഈ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് പോവാന്നുള്ളത്. പിന്നെ നമ്മള് ആസ് എ ഹ്യൂമൺ നൽകി നമ്മള് എന്തുകൊണ്ട് നമ്മള് രാത്രി ഉറങ്ങുന്നു? അതാ രാത്രി നമ്മൾ ഉറങ്ങുന്നു,
രാവിലെ ആകുമ്പോ നമ്മൾ എണീക്കുന്നു. ഇതിന്റെ പിന്നിലുള്ള ഒരു ശക്തി, ഒരു പവർ എന്താന്നുള്ളത് ഇതാരെങ്കിലും പറഞ്ഞു തന്നാണോ എന്നുള്ളത് നമുക്ക് ഇതായിട്ടില്ല. ശരിക്ക് ഒരു ഗോഡ് എന്നുള്ള പവറിലൂടെയാണ് നമ്മൾ മൊത്തം ഒരു ഹ്യൂമന്റെ സൈക്കിൾ നടക്കുന്നത്. പക്ഷെ ഇത് ശരിക്കും ഒരു റിതം, ഒരു സർക്കാരിന്റെ റിതത്തിലൂടെയാണ് നമ്മളെ ഈ ഒരു വർക്കിന്റെ ടൈമിങ് കാര്യങ്ങൾ പോകുന്നത്. അതായത് നമ്മളെ ബോഡിയിൽ എന്താവും, നമ്മളെ ബ്രെയിൻ എന്താവും കറക്റ്റ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ക്യാപ്ചർ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെ ബോഡിയിലൂടെ ഇപ്പൊ പോലും ഫുൾ മെസ്സേജ് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സർക്കാർ ഋതം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഡാർക്ക് സ്പോട്ട് അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസ് കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അത് നമുക്ക് മെസ്സേജ് പാസ് ചെയ്യും ബ്രെയിനിൽ. ഇതിപ്പോ ഡാർക്ക് ആയിട്ടുണ്ട്, അത് നൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്, അപ്പം ബോഡി പോണം. അതുപോലെ തന്നെ മോർണിംഗ് ആകുമ്പോ എന്താ വേണ്ടത്, ബ്രൈറ്റ് ആയിട്ടുണ്ട്, എണീക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ അറിതമാണ്. അപ്പൊ ഇതൊരു സൈക്ലിംഗ് ആണ് കറക്റ്റ് ആയിട്ട്, അല്ലാതെ വെറുതെ ഒരു സംഭവമല്ല. ഇതിന് ഇത്രയും സംഭവം ഉണ്ട്. ഡാർക്ക് ഉണ്ടായിന ഈ ഇന്റേണൽ ഓർഗൻസിനൊക്കെ അങ്ങനെ വരുന്നുള്ളതുകൊണ്ടായിരിക്കും മഴ പെയ്യുമ്പോ ഈ ഡാർക്ക് ആവുമ്പോ ഉറങ്ങാതെ ക്ലാസ്സിലൊക്കെ വെയിലായിട്ട് ഉറക്കം വരുന്നത്. ഇതെങ്ങനെ ഇതിന് സംഭവം വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ എന്തുണ്ട്, ഒരു SC എന്നുള്ള സംഭവം ഉണ്ട്. അതെന്താവും ഹിപ്പോതലാമസ് എന്താവും, അതിന്റെ ഹിപ്പോതലാമസ് ഈ ബ്രെയിനിലെ SC എന്താവും ഹിപ്പോതലാമസ് ക്ലോക്കിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഇതിന്റെ സംഭവം വരുന്നത്. അപ്പൊ ഇതിനെ കൺട്രോൾ ചെയ്യുമ്പോൾ അത് കറക്റ്റ് മെസ്സേജും കാര്യങ്ങളും പാസ് ചെയ്യുന്നു. അതിന് ഇതിന്റെ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് കറക്റ്റ് അങ്ങോട്ട് കൊടുക്കുന്നു. മൊത്തത്തില് കാര്യങ്ങൾ തുള്ളിലാണ് നടക്കുന്നത്. ജനറ്റിക്കലി കിട്ടുന്ന സംഭവങ്ങളല്ലേ ഈ ജനറ്റിക് ആയിട്ടുള്ള വേറെ സംഭവമുണ്ട്. ജനറ്റിക് ആയിട്ട് ഉറക്കിന്റെ വ്യത്യസ്തമായിട്ടുള്ള 3 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. ജനറ്റിക് ഇപ്പം അതിനെ മൊത്തമായിട്ട് ഒരു 3 കാറ്റഗറിയാണ് തിരിക്കുന്നത്. ഒന്നാമത് ഷോർട്ട് സ്ലീപ്പേഴ്സിന്റെ സംഭവമുണ്ട്. ഷോർട്ട് സ്ലീപ്പേഴ്സ് എന്ന് പറഞ്ഞാല് ഇപ്പം ഞാന്, ഹാരിസ്, ജഫ അല്ലെ നമ്മുടെ വേറെ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാത്തിനും ഞാൻ ഉറങ്ങണ പോലെ അല്ലേ കാര്യം ഹാരിസ് ഉറങ്ങുന്നത്. പാറ്റേൺ വ്യത്യാസം ഉണ്ടാവും. ഹാരിസിന്റെ ജനറ്റിക് എന്ന ഹാരിസിന്റെ ഫാമിലി ബാക്ക് അങ്ങനെ ജനറ്റിക് വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇതില് ഒന്നാമത് വരുന്നത് ഷോർട്ട് ടൈം സ്ലീപ്പേഴ്സ് ആണ്. അഥവാ 3 to 4 മണിക്കൂർ വരെ ഉറങ്ങുള്ളൂ. ഒരു കത്ത് മതി. ഈ ജെൻസി ഒക്കെ അധികവും ഷോർട്ട് സ്ലീപ്പേഴ്സ് ജനറ്റിക് ആണെന്ന് തോന്നുന്നുണ്ട്. അവരുടെ മക്കളൊക്കെ വരുമ്പോ ഷോർട്ട് സ്ലീപ്പ് ഷോർട്ട് പറയൂ, അതിന് കുറച്ച് മൈക്രോ ഷോർട്ട് റീലും ഷോർട്സ് ഒക്കെ വന്നോണ്ട് തന്നെ അപ്പൊ ഒന്നാമത്തെ സംഭവമാണ് ഷോർട്ട് സ്ലീപ്പേഴ്സ് എന്നുള്ള സംഭവം. 4 to 5 മണിക്കൂർ ഉറങ്ങുള്ളൂ. പിന്നെ ലോങ് സ്ലീപ്പേഴ്സ്, അത് എങ്ങനെയാ ലോങ് സ്ലീപ്പേഴ്സ് എന്ന് വെച്ചാല് നമ്മളെ കുട്ടിയായിരിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഉറക്കില്ലേ, ഒരു 10 മണിക്കൂർ ഒന്നും ഒരു ടെൻഷൻ ഇല്ല. രാവിലെ നമ്മളെ കഴിച്ചു, നമ്മളെന്താ കുളിപ്പിച്ചു, പിന്നെ നമ്മൾ പറഞ്ഞു, പിന്നെ പിന്നെ പറഞ്ഞു. ആ ഒരു സംഭവം അതാണ് ഈ ഒരു സെഗ്മെന്റ് വരുന്നത്. പിന്നെ അടുത്ത വെച്ചാൽ എന്താണ് ഈ സെഗ്മെന്റഡ് സ്ലീപ്പേഴ്സ് എന്നാണ്. ഓർക്ക് ഫുൾ സെഗ്മെന്റ്, അഥവാ രാവിലെ നീച്ചിട്ട് പിന്നെ കുറച്ചേരം ഉറങ്ങാം, പിന്നെ നീക്ക ഉറങ്ങാ. ഉറക്കം ഒരു വിനോദമായി കാണുന്നു. കൊറോണ സമയത്തൊക്കെ നമ്മളെ ഉച്ചക്ക് ആംബ്ലേറ്റ് ചോറ്, പിന്നെ വൈകിട്ട് ചായ, ഉറങ്ങാ, രാത്രി ചോറ്, ഉറങ്ങാ. ഒരു സെഗ്മെന്റഡ് ടൈപ്പ് വർക്കുകളാണ്. പിന്നെ ഇസ്ലാമിക് തലങ്ങളിൽ വർക്കിന് ഭയങ്കര പ്രാധാന്യമാണ് കൊടുക്കുന്നത്. നമ്മളൊരു മതത്തിന്റെ രീതിക്ക് ഒരു വർക്കിനെ കൊണ്ടുവരാൻ ശരിക്കും വർക്കിന് ശരിക്കും നമ്മളിങ്ങനെ പൊതുവെ പറയപ്പെടാറുണ്ട്, എന്ത് വർക്കിന് ജാതിയില്ല, മതമില്ല, ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും പച്ചയായ മനുഷ്യന്മാരാനുള്ള ഒരു സിസ്റ്റം പറയാറുണ്ട്. എന്ത് സത്യം ചോദിച്ചാലും പറയുന്ന സമയമാണ് ഉറക്കം. നമ്മളെന്താണ് ഇപ്പൊ ഒരുത്തന്നെ മാതൃഭാഷ ഏതാന്ന് അറിയില്ലെങ്കിൽ എന്താണ് ഓൻ ഉറക്കത്ത് പോയി വിളിച്ചാൽ അപ്പോ ഏത് ഭാഷ സംസാരിക്കുന്നത് അതാ അവന്റെ മാതൃഭാഷ എന്നൊക്കെ പറയും. കാരണം ഉറക്കത്തിൽ അവർ അത്രയും പീസാണ്. പിന്നെ എന്താണ് ഒരു അഭിനയം. അപ്പം മനുഷ്യന്മാരെ നമ്മൾ പൊതുവെ പറയുന്നത് ജീവിതത്തിൽ അഭിനയിക്കാന്ന് പറയും, എല്ലാ മെച്യൂരിറ്റി അഭിനയിച്ച് കാണിക്കാന്നൊക്കെ പറയും. പക്ഷെ ഈ ഉറക്കത്തിൽ പച്ചയായ മനുഷ്യനാ എങ്ങനെയാണ് ഉള്ളത്. ഇപ്പൊ വലിയ സ്റ്റാൻഡേർഡുള്ള ആളൊക്കെ, പക്ഷെ ഉറങ്ങുമ്പോൾ കൂർക്കം വിളിച്ചൊക്കെയാണ് ഉറങ്ങുന്നത്. ഉറങ്ങിച്ചാല് അപ്പൊ നമ്മളെ പരിപാടി നീക്കും. ചിലവരൊക്കെ ഇങ്ങനെ നീച്ചും, റിയാലിറ്റി എന്ന് പറയുന്നത് അതാണ് ഉറക്കം. വേറെ വ്യത്യസ്തമായിട്ടുള്ള ചിലവര് എണീക്കലൊക്കെ ഉണ്ട്. പിന്നെ ഈ ഇസ്ലാമിക് കാര്യം വരുമ്പോൾ ഇസ്ലാമിക് ടെക്സ്റ്റുകളില് ഖുർആൻ അത്രക്കും ഇസ്ലാമിന്റെ ഈ ഒരു വീക്ഷണത്തിൽ അത്രയും ക്ലിയർ ആണ്. ഈ വജാന സുബാത്തുള്ള സാധനം ശ്രദ്ധിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ റീതം കണക്ട് ചെയ്ത് നോക്കണം. അപ്പൊ അവിടെയാണ് ഈ ഖുർആന് സയൻസ് എത്രത്തോളം മുമ്പ് പറഞ്ഞാണ് മനസ്സിലാവുന്നത്. അഥവാ നിങ്ങൾക്ക് രാത്രി എന്തായിട്ടുണ്ട്, നിങ്ങൾക്ക് കടന്നിറങ്ങാൻ റെസ്റ്റ് എടുക്കാൻ സമയം ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബ്രെയിനിലൂടെ ആ റിതം പാസ് ചെയ്യുന്ന നൈറ്റ് ഒരു സയന്റിഫിക് വ്യൂ ഉറക്കിനെ പറ്റി ഈ ഇസ്ലാം ഈ നിസ്കാരത്തെ ഭയങ്കരമായിട്ട് സപ്പോർട്ട്. അതിലുണ്ട് കുമില്ലയിലില്ല കലീല. കുറച്ചെല്ലാം നിങ്ങൾ എന്ത് ചെയ്ത് രാത്രി നിസ്കരിച്ച് കുമില്ലയിലില്ല കലീല. പുതച്ചു മൂടി കിടന്ന് അങ്ങനെ നീ എന്ത് ചെയ്യാ കുറച്ച് നിസ്കരിച്ചാൽ മതി രാത്രി. അല്ലാതെ ഓവറായിട്ട് ഉറക്കം കളയുന്ന നിങ്ങൾ എന്ത് ചെയ്ത് നിസ്കരിക്കരുതെന്ന് പ്രാധാന്യം നൽകുക.
റസൂലുള്ളാഹിന്റെ ഹദീസിൽ ഏകദേശം ഈ ഉറക്കവുമായി ബന്ധപ്പെട്ട ഹദീസുകളിലൊക്കെ റസൂൽ അതിനെ കൃത്യമായിട്ട് എന്ത് കാണിച്ചിട്ടില്ല എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഉറങ്ങേണ്ടത് എന്നുള്ളത്. അപ്പൊ പലപ്പോഴും റസൂലുള്ളാഹിന്റെ ഉറക്കത്തെ ആൾക്കാർ പറയാറുണ്ട് റസൂൽ ഉറക്കം ഭയങ്കര സുഖമായിട്ട് ഉറക്കാം, കാരണം അത് ചെരിഞ്ഞ് കിടന്നുറങ്ങും, റസൂൽ ഇങ്ങനെ കവിളിച്ച്. പിന്നെ അത് ഉദുവൊക്കെ എടുത്ത് ഒരുങ്ങി തയ്യാറാണ്. അപ്പൊ നമ്മള് പറഞ്ഞാല് സ്ട്രെസ് ഒക്കെ ആയി വന്നിട്ട് നേരെ കട്ടുമൊക്കെ വീകാന്നുള്ളതിലുപരി ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്, ഒരുങ്ങി തയ്യാറായി. അതൊരു ഇബാദത്ത് മോഡൽ തന്നെ, ഇബാദത്തായി തന്നെ നമ്മളുടെ ഉറക്കൊക്കെ അധികം ഈ ഫോണിൽ കിടന്ന് കളിക്കുക, റീല് കണ്ട് ഫോൺ വീണിട്ട് രാവിലെ ഫോൺ എവിടെയെന്ന് അറിയൂല, ഉറങ്ങിയെന്ന് എവിടെയെന്ന് അറിയൂല, ഫോൺ ഡിസ്പ്ലേ പോയിട്ട് അങ്ങനത്തെ സംഭവല്ലേ ഈ രാത്രി ഒരുപാട് ഉറക്കം വയ്ക്കാറ് 2 മണി 3 മണിക്ക് പറഞ്ഞു പറഞ്ഞാല് ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ റിതം സർക്കാരിയ റിതത്തിനെ തെറ്റിക്കാണ്. ഈ സർക്കാരിയ റിതത്തിനെ തെറ്റിച്ചാൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്, ഹെൽത്ത് ലോസസ് വരും. അത് വേറെ സംഭവമാണ്. പിന്നെ ഈ സ്ലീപ്പ് പാറ്റേൺസ് എന്ന സംഭവം ഉണ്ട്. സ്ലീപ്പ് പാറ്റേൺസ് പറഞ്ഞാല് ഇതൊരു 3 ടൈപ്പായിട്ടാണ് സ്ലീപ്പ് പാറ്റേൺസ് വരുന്നത്. ഒന്നാമത്തായിട്ട് എന്താണ് മോണോഫാസിക് സ്ലീപ്സ്. മോണോഫാസിക് സ്ലീപ്പ് പറഞ്ഞാൽ എന്താണ്, അത് നമ്മള് മോസ്റ്റ് ആയിട്ട് അതിപ്പോ കാണപ്പെടുന്ന സ്ലീപ്പുകൾ. ഒന്ന് എന്താ വെച്ചാല് ഇതിപ്പോ നമ്മളൊക്കെ ഉറങ്ങുന്ന പോലെ രാത്രി നമ്മൾ ഉറങ്ങുന്നു, ഒരു ഏകദേശം 8 to 9 അവർ നമ്മള് നൈറ്റ് ഉറങ്ങും. ആ സംഭവം എന്ത് മോണോഫാസിക് സ്ലീപ്പ് എന്ന്. പിന്നെ അടുത്തത് എന്തുണ്ട് ബൈഫാസിക് സ്ലീപ്പ് എന്ന് പറയുന്നത്. ബൈഫാസിക് സ്ലീപ്പ് ഇപ്പോഴും ചിലയിടത്തൊക്കെ ഉണ്ട് ആ സംഭവം. എന്നാല് രാവിലെ കുറച്ചു നേരം ഉറങ്ങും, രാത്രി ഉറങ്ങും. രാത്രി നമ്മൾ സാധാരണ നോർമൽ ഉറങ്ങണ പറയും. പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം പണ്ടൊക്കെ നല്ലോണ്ടല്ലോ ആ സംഭവം. എല്ലാരും ഉറക്കുക. പക്ഷെ ഇപ്പൊ കുറെ മാറി. പക്ഷെ എന്നാലും ഇപ്പോഴും ഉള്ള ഉണ്ട് രാത്രി എങ്ങനെ ഉറങ്ങാറുള്ള സംഭവം. അവര് രാത്രി ഉറങ്ങിയതിനു ശേഷം പിന്നെ എന്താ ഉച്ചക്കും വേറെ ഉറങ്ങുക. അത് ഈ ഉച്ചത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ വളരെ വലിയ സ്വാധീനം. അംഗനവാടി ഇവരെ പറയണ്ട, ഉച്ചക്ക് കിടത്തുറക്കല് നിർബന്ധ. നമ്മ ഇപ്പത്തെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോ അങ്ങനെ അറിയുമോ അന്ന് അംഗനവാടി ഉറങ്ങണ്ടേ. ഇപ്പൊ ഉച്ചക്ക് ഉറക്കി കിട്ടിയാല് ലാഭം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ടൈമാ. അംഗനവാടിയുള്ള ഒന്നാമത്തെ അതാണ് കുട്ടികൾക്കുള്ള നല്ലതായിട്ട് കറക്റ്റ് ഉറക്കത്തോളം പ്രാധാന്യം. അത് അംഗനവാടി അങ്ങനെ സംഭവം കൊണ്ടുവന്ന് വെച്ചാൽ നല്ലതാണെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോഴേ ഒരു നല്ലൊരു ശീലം കുട്ടികൾക്ക് കൊടുത്താല് അവർക്ക് നല്ലൊരു ഇതാവും. ആ റെസ്റ്റ് ഇപ്പൊ ചെറിയ പ്രായത്തിൽ കുറെ പഠിക്കുക എന്നുള്ള ഉപരി അംഗനവാടി ബേസിക് ആയിട്ടുള്ള ABCD അംഗനവാടി നമ്മളൊരു കുട്ടികൾക്ക് അടുത്ത ലെവൽ സ്റ്റാൻഡേർഡ് സ്കൂളിലേക്ക് ഫ്രീ ലെവൽ സ്റ്റേഡിയം. അപ്പൊ അതിൽ അങ്ങനത്തെ സംഭവം കൊടുക്കുന്ന വെച്ചാല് നല്ലതാണ്. കാരണം എനിക്ക് വീട്ടിൽ കിട്ടുന്ന ആ ഒരു കെയറിങ് അപ്പൊ അവിടെ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ഈ ഉറക്കിന്റെ സംഭവം കൊണ്ടുണ്ട്. ഇപ്പൊ ഒരുപാട് ജാപ്പനീസ് ആയാലും അവിടുത്തെ സ്ഥലങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഉറക്കിനായിട്ട് ചില കുട്ടികൾക്ക് നൽകുന്ന സംഭവങ്ങളായിട്ട്. പിന്നെ ഇന്നെ വളരെയധികം അട്രാക്ട് ചെയ്യിപ്പിച്ച ഒരു സിസ്റ്റം ആണ്, ഒരു ജാപ്പനീസ് സിസ്റ്റം ഉണ്ട് ഇനെമുറൈ പറഞ്ഞ സംഭവം. ഇനെമുറൈ പറഞ്ഞാല് നമ്മളവിടെയൊക്കെ നമ്മളെ രാജ്യം എടുത്തത് ഇന്ത്യയിലെ നല്ല ഉറക്കം. ഇപ്പം ഞാൻ ഇവിടെ ഉറങ്ങുകയാണ് ഒരു പബ്ലിക് സ്പേസിൽ ഉറങ്ങുകയാണെങ്കിൽ എന്തോ അങ്ങനെ ഉറങ്ങുക ലേസി ഒരു മടിയൻ നിൽക്കണോട് ഇതാക്കുക. പക്ഷെ ഇനെമുറൈ പറഞ്ഞ ജാപ്പനീസിന് വെച്ചാല് അവന് ഉറങ്ങാൻ എന്താണ് അവൻ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആണ്. ഒരു പോസിറ്റീവ് വീഡിയോ കാണും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ അതിന്. പക്ഷെ അതില് ഒരാളെ ഡിസ്റെസ്പെക്ട് ചെയ്യും അവിടെ ഇല്ല. കാരണം ജാപ്പനീസ് ഓരോ ബിഹേവിയർ ഒക്കെ പക്ക അടിപൊളി ബിഹേവിയർ. അപ്പൊ ഓരോ അങ്ങനെയാണ് കാണുന്നത്. അഥവാ ഇനിയിപ്പോ ക്ലാസ്സിലെ കുട്ടി ഇറങ്ങുകയാണെങ്കിൽ പോലും ടീച്ചർ ഓനെ ഡിസ്റെസ്പെക്ട് ചെയ്യില്ല. ഓനെന്താവും ലീവ് ഹിം അല്ലോ ഓനാന് വിടും. അങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങും. പക്ഷെ ഒരു സ്റ്റുഡൻസ് ഒന്നും അത്ര അങ്ങനെ ക്ലാസ്സുകളിൽ ഉറങ്ങിയിട്ടുള്ള ഒരു അങ്ങനെ എടുക്കൂല. ഓല അത്രത്തോളം ഓലെ സ്ലീപ്പിംഗ് പാറ്റേൺസും അവിടെ സ്കൂൾ സിസ്റ്റം അത്ര അടിപൊളിയാണ്. പിന്നെ ഈ മീറ്റിംഗിൽ ഉറങ്ങുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിൽ ഒരാൾ ഇറങ്ങുകയാണെങ്കിൽ പോലും നമ്മുടെ ഉറങ്ങാൻ നമ്മൾ ഊക്കി ഇല്ലാതാക്കും ഉറങ്ങിയാല്. പക്ഷെ അവിടെ വന്നാല് റെസ്പെക്ട് ചെയ്യും. അതാണ് ഈ ഇന്നെമുറൈ പറഞ്ഞ ജാപ്പനീസ് സിസ്റ്റം. ഉറക്കിനെ റെസ്പെക്ട് ചെയ്ത് പോയിക്കാണ്. നമ്മൾക്കൊരു ഉറക്കിനെ പൊതുവെ നമ്മളൊരു ഈ സൊസൈറ്റി കാണുന്നത് എന്താണ്, ഒരു ഉറങ്ങുന്നവര് സപ്പോർട്ടിംഗ് ആയിട്ട് ചേർത്ത് പിടിക്കണവരാ. നമ്മള് ചെയ്യും മോശമാക്കരുത്. എന്താ പറയാ ഈ മടയന്മാര് ഉറങ്ങി തൂങ്ങാണെന്നൊക്കെ പറയാം. പക്ഷെ ഉറക്കമുള്ള സാധനം എന്താ റിയൽ ആയിട്ട് അവർക്ക് അറിയില്ല. ജാപ്പനീസ് സിസ്റ്റം വെക്കുകയാണെങ്കിൽ നമ്മളെ കുറെ ആൾക്കാരോട് കഴിച്ചില്ലാവും ക്ലാസ്സിൽ ഇറങ്ങാനൊക്കെ. ഈ ഇങ്ങനെ കിടന്നുറങ്ങണോ ഈ ക്ലാസ്സിലൊക്കെ കിടന്നുറങ്ങണവരുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അവര് ഉറങ്ങല് അവരെന്തായിരിക്കും മൈൻഡ് ഫ്രീ ആവാൻ വേണ്ടി കിടന്നായിരിക്കും. പക്ഷെ അവര് വിളിക്കുന്നൊരു രീതി ഉണ്ട്. ഒരു മനുഷ്യനെ വിളിക്കുകയാണെങ്കിൽ നമ്മ പെട്ടെന്ന് ഡാന്ന് വിളിക്കുമ്പോൾ അവർ ഉറക്കത്തിൽ പെട്ടെന്ന് നെറ്റ് എണീക്കണില്ല. അത് പ്രഷർ ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കര ബാധിക്കും. അവിടെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ എന്താണ് അവര് സ്വസ്ഥമായി കിടന്നുറങ്ങും. വിളിക്കുമ്പോൾ പയ്യെ തലോടെ എണീക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് എണീക്കുക. പിന്നെ ഈ ഉറക്കത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ സമയം നമ്മങ്ങനെ ഉറക്കം ഇങ്ങനെ ചർച്ച ചെയ്തെന്ന് പറഞ്ഞു സ്വപ്നത്തിനെ പറ്റി ചർച്ച ചെയ്യാം, ഡ്രീംസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ സ്വപ്നം കൊണ്ട് തന്നെ ചരിത്രം രചിച്ചവരൊക്കെ ഉണ്ട്. സാൽവഡോർ ഡാലി എന്ന് പറയുന്ന ഒരു പെയിന്റർ ഉണ്ട്, സാൽവഡോർ ഡാലി. അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം ബ്രഷ് പിടിച്ച് കിടന്നുറങ്ങുന്നു. എന്നിട്ട് ഉറങ്ങി എഴുന്നേക്കുന്നതിന് മുമ്പ് അദ്ദേഹം സ്വപ്നം കണ്ടുണ്ടാവുന്നതായിരുന്നു.
അതായിരിക്കും അയാൾ ക്യാൻവാസിൽ വരയ്ക്കുന്ന സാധനം. പ്രത്യേകിച്ച് പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ സ്വപ്നം കണ്ടില്ല മിനിമം 5 to 10 മിനിറ്റ് 15 മിനിറ്റ്. അവിടെ സയൻസ് പറഞ്ഞ എങ്ങനെയാണ്, ഇപ്പൊ ഒരാള് ഉറങ്ങി അതിന് സ്വപ്നം കണ്ടാല്, ഇപ്പൊ ഞാൻ എണീച്ച് ഞാൻ സ്വപ്നം കണ്ട് അടിപൊളി സ്വപ്നം കണ്ട് ചിലപ്പോ റൊമാൻറ്റിക് ആയിക്കാരം, ചിലപ്പോ നമ്മളെ ഫ്യൂച്ചറൊക്കെ വലിയ ബില്യണയർ സ്വപ്നം കണ്ട് എണീച്ച് വരികയാരം. അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ടാ നാളെ എണീച്ച് രാവിലെ അടുത്തോടെ ഷെയർ ചെയ്യും, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തെ ആ സാധനം നടന്നു. സയൻസ് പറഞ്ഞ അങ്ങനെയാണ്. ആ ഒരു സംഭവം അതൊരു സംഭവമാണ്, കാരണം നമുക്ക് സ്ഥിരമാണ് അനുഭവമാണ്. 5 to 15 മിനിറ്റിലാണ് നമ്മൾ ആ സാധനം നിൽക്കുള്ളൂ. പിന്നെ സ്വപ്നം കണ്ടല്ലോ 10% മാത്രമേ ഒരു ഹ്യൂമന് മെമ്മറി ഉണ്ടാവുള്ളൂ, ബാക്കി 90% പോയി പോകുന്നുള്ളതാണ്. അതൊരു മെയിൻ കാരണം എന്താ പറയുക, കാരണം നമ്മളെല്ലാ ഒരു ബ്രെയിനിന്റെ ഒരു സംഭവം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ എല്ലാം റിലേറ്റ് ആക്കിയാണ് ഓരോ സംഭവം ഓരോ കണക്ട് ചെയ്ത് റിലേറ്റ് ആക്കിയാണ് നമ്മൾ ബ്രെയിനിക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക. പക്ഷെ ഇവിടെ എന്താണ് ഒരു ഇപ്പൊ നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മള് റീലൊക്കെ കാണാൻ വെക്കുന്നുണ്ടല്ലോ, സ്വപ്നത്തിൽ എന്താണ് ഫസ്റ്റ് സ്വപ്നം കാണുമ്പോൾ എന്താ കാര്യം, ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ നിൽക്കാൻ ദുബായിലേക്ക് അടുത്ത കാലം ഡോർ തുറക്കുമ്പോ നേരെ അതിൽപ്പെടുത്തി ഞാൻ റീല് കണ്ടാണ് സംഭവം. ഒരു വയസ്സായ വല്യമ്മ വരുന്നുണ്ട്, അപ്പൊ ഒരു ചെക്ക് വന്നിട്ട് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പൗതി എത്തുമ്പോ ആ ചെക്കനെ വല്യമാരെ പുറത്തെറിയിട്ട് ഓടുകയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോ ആ റോഡ് ക്രോസ് ചെയ്യുമ്പോ വലിയ ഒരു കാറാകുവാണ്. അതാണ് സ്വപ്നത്തിന്റെ പ്രത്യേകത. ഒരു പോക്ക് റിലേറ്റ് ചെയ്യാൻ ഒന്നും ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. നമ്മളെ സ്വപ്നങ്ങൾ തന്നെ നമുക്ക് എടുത്ത് നോക്കിയാൽ റഷാദ് ഇപ്പൊ കുറേ സ്വപ്നങ്ങളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് റഷാദ് റഷാദിന് ഒരു ദിവസം രാവിലെ എണീച്ചിട്ട് അറിയണേ നമ്മളിവിടെ ഇല്ല, നമ്മ വേറൊരു ക്യാമ്പസിലെത്തി, നമ്മളെ ലൈഫ് പുറത്താക്കി എന്ന് പറഞ്ഞത് നമ്മളെ പുറത്താക്കി നമ്മുടെ ഞാൻ നമ്മൻ്റെ ഒരു മാത്രമല്ലോ നമ്മുടെ മാത്രമല്ലോ. അപ്പൊ നമ്മളെ ഗ്യാങ് ആരും ഇല്ല കേട്ടാ. പക്ഷെ വേറെ ആരെയും കണ്ട അവിടെ സ്റ്റാഫ് റൂമിൽ ഒരു കുട്ടീനെ കച്ചറക്കി പിടിച്ചിട്ടുണ്ട്, അത് നമ്മളെ ജൂനിയർ ആണ്, ഗസ്റ്റ് റോള്. ഇതൊരു സിനിമയാണ് സത്യത്തെ പറഞ്ഞാല്. പക്ഷെ സ്വപ്നത്തിനെ കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റേ പാമ്പിനെ കണ്ടാൽ എന്താ ശത്രു ഉണ്ടെന്നും, പിന്നെ കല്യാണം കണ്ടാൽ മരണം കണ്ടാൽ കല്യാണം വരാൻ പോകുന്നുണ്ട്. നമ്മളൊരു കൂട്ടുകാരത് കേട്ടതാണ്, ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ വലിയ പൈസക്കാരനാവുന്ന സ്വപ്നത്തിന്റെ അർത്ഥം. പഠിച്ചറ കേട്ട സ്ട്രേജ്. കാരണം ഉമ്മ മരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടാവുന്ന ഏറ്റവും വലിയ നഷ്ടമാണത്, നമുക്ക് താങ്ങാൻ കഴിയില്ലത്. അങ്ങനത്തെ ഒരു സാധനത്തിനെ കമ്പയർ ചെയ്തിട്ടുള്ള സ്വപ്ന വ്യാഖ്യാനം എന്നുള്ള എന്തിനായിട്ടാ നമ്മ വലിയ ബില്യണറാവും എന്നുള്ള ഒരു സാധനത്തിനായിട്ടാണ്. അപ്പൊ കുറെ പേര് ഇനി പറഞ്ഞു നടക്കും കുറച്ച് കഴിയുമ്പോ ഉമ്മ മരിക്കാൻ സ്വപ്നം കണ്ടിരുന്നെങ്കിൽ എന്നുള്ള കാവത് ഒറിജിനലി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാല് ഭൂമിയില് നമ്മള് ഔട്ട് ഓഫ് എർത്ത് പോവാണെങ്കിൽ സ്പേസിലൊക്കെ എങ്ങനെയൊക്കെ ഒരു ഉറങ്ങാനുള്ള സംഭവം നമ്മള് ചർച്ച ചെയ്യുന്നത്. ഈ അടുത്ത് മറ്റേ സുനിത വില്യംസ് പെട്ട സമയത്താണ് കുറെ പഠനങ്ങൾ വന്നിരുന്നതിനെ പറ്റിയിട്ട് ഇവരെങ്ങനെയാണ് ഉറങ്ങണത്. അധികം ഒരു സ്ലീപ്പിംഗ് പിൽസ് ആണ്. കാരണം ഇവർക്ക് അല്ലാതെ അവിടെ മൈൻഡ് ഒരിക്കലല്ല. അതിന്റെ നാഷണൽ യൂണിയനൊക്കെ അതിനെന്തായതുണ്ട് വലിയ രീതിയിൽ നിർത്താൻ പറയാനുള്ള സാധനമാണ്. ഒരു മെഡിക്കൽ സ്റ്റോർ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ. അപ്പൊ അത്തരത്തിലുള്ള സാധനത്തിന് വെച്ചിട്ടാണ് വരുന്നത് അന്യ ഗ്രഹങ്ങളിലും അല്ലെങ്കിൽ സ്പേസിലൊക്കെ ഇങ്ങനെ ഗവേഷണത്തിലേക്ക് വന്ന വരിക. അവർക്ക് എന്താ വെച്ചാൽ അവരുടെ മൈൻഡ് മുഴുവൻ എങ്ങനെ ഇവിടുന്ന് തിരിച്ചെത്തണം അങ്ങോട്ട്. സ്ട്രെസ്ഡ് ലൈഫ് ഒന്നും അതിൻ്റെ ഉള്ള ആ ചുറ്റുപാട് അത്രയും വിസ്താരണത്തിൽ മാത്രം എന്ന് വരുന്നേര് ലൈഫ് കഴിച്ചു കൂട്ടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു ഒന്ന് പാറി നടക്കുകയാണ്. നമ്മ ആകെ പാറി നടക്കുക ഉറക്കത്തിൽ സ്വപ്നത്തിലാണ് പാറി നടക്കുക. പക്ഷെ ഇവര് ലൈഫിൽ പാറിയിടുന്നിട്ട് ആ സ്ലീപ്പ്. അതുകൊണ്ടാണ് ഇവര് തിരിച്ചെത്തിക്കാൻ അവർ മെഡിക്കൽ എന്താ അവരെ മെഡിക്കൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇവരെ ക്വാറന്റൈൻ കൊടുക്കും. ആ അധിക സമയം ഇവരെ നെയ്യും ഉറക്കം അത് ഈ റിതം തിരിച്ചു പിടിക്കണത്, ഈ ഭൂമിയിലേക്കുള്ള റിതത്തിന് തിരിച്ചു പിടിക്കണം. ഫോട്ടോസ് കാണുമ്പോ നല്ലൊരു പിന്നെ ഈ തിരിച്ചിറങ്ങി വന്നപ്പോ കണ്ടിന്യൂ ചുളിഞ്ഞൊരു വയസ്സായ പോലത്തെ രൂപം. അത് പറഞ്ഞാല് എന്താണ് ഫിസിക്കലി പറഞ്ഞ കഴിക്കാൻ നമ്മൾക്ക് എന്താ പല മാറ്റങ്ങൾ വരും. കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞ കണ്ണിന്റെ അടിയിൽ ഒരു കറുത്ത ഇത് വരും എന്ന് പറഞ്ഞ് പിമ്പിൾസ് പൊന്തുക, ഇതൊക്കെ ഉറക്കം എന്താണ് മനുഷ്യന്റെ ജീവിതം. നമ്മൾ ബ്യൂട്ടി കോൺഷ്യസ് എല്ലാത്തിലും എന്താണ് ഉറക്കിന് ഭയങ്കര പ്രാധാന്യം. നമ്മളിപ്പോ ഡോക്ടർമാരെ എന്താ പറയുമ്പോ എന്താണ് ശരിക്കും ഉറങ്ങിയാൽ മതി. ഇപ്പൊ എന്താണ് ബ്യൂട്ടി കോൺഷ്യസ് നമ്മള് റെഡി ആവാന്ന് പറയാം. കാരണം ഈ ഉറക്ക് കിട്ടാത്തവനെ അതിന്റെ വരെ മനസ്സിലാവും. ഈ അടുത്ത് ഞാനൊരു യാത്ര പോയി. നമ്മങ്ങനെ ഈ മലപ്പുറം പാലക്കാട് ടച്ച് ചെയ്തുള്ള ഒരു ട്രെയിൻ ഇങ്ങനെ പോയപ്പോ ഞാൻ സൈഡ് സീറ്റിൽ ഇരുന്നുണ്ട്. എൻ്റെ ഓപ്പോസിറ്റ് ഒരാളുണ്ട്. അതൊന്നും പേരില്ല അതിൻ്റെ ഉള്ളിൽ ട്രെയിനിൽ. തിരക്കുണ്ടെങ്കിലേ നമുക്ക് വലിയ നിൽക്കാനേ ഇതാകാനും. ഞാൻ എന്ത് ചെയ്ത് സുഖമായിട്ട് ഉറങ്ങി. അത്യാവശ്യം സമയം കൊണ്ട് പിടിച്ചിടും ചെയ്യും ട്രെയിൻ അത്യാവശ്യം. അപ്പൊ നമ്മ ഉറങ്ങും, നമുക്കാണെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങാതെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ തന്നെ ഉറങ്ങിയപ്പോ എൻ്റെ അടുത്ത് ഫ്രണ്ടിൽ ഇരുന്ന ആളെന്നെ ഇങ്ങനെ നോക്കിയിരിക്കേണ്ടായത്. ഞാൻ കണ്ണുറന്നപ്പോൾ ഇയാളെന്നെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് മൊബൈൽ നോക്കി സമയം നോക്കി ഇനിയുണ്ട് 1.5 മണിക്കൂർ എന്നല്ലേ കണ്ണടച്ച്
കണ്ണടച്ചപ്പോൾ എനിക്ക് അപ്പളാ മൈൻഡിക്കാൻ എന്റെ ഫ്രണ്ടിലാണ് എന്നെ നോക്കിയിരിക്കണത്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ വീണ്ടും ഇയാൾ എന്നെ നോക്കിയത് ചിരിക്കണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഒന്നും കൂടി ഒന്ന് സെറ്റായിട്ട് ഇരുന്നിട്ട് അങ്ങനെ സംസാരിക്കാന്നുള്ളേക്കായി. വെറുതെ ഉറങ്ങണേന്ന് സംസാരിക്കാനല്ല. ഞാൻ ചോദിച്ചു എന്തെങ്കിലും നോക്കിയിരിക്കുന്ന ചോദിച്ചപ്പോ കൊതിയായിട്ടാണ് പറഞ്ഞ്. കൊതിയാവുന്നോ? അപ്പൊ ഉറക്കാനുള്ള അവൻ ഉറങ്ങി കൂടിയെന്ന് പറഞ്ഞപ്പോ സ്ട്രെസ്ഡ് ലൈഫ് ആവുമ്പോൾ ഉറക്കൂല. അപ്പോൾ അദ്ദേഹം വലിയൊരു എന്തോ ജോലി ചെയ്യുന്ന ഒരാളാണ്, വലിയ എന്ത് സാലറി ഉണ്ട് അദ്ദേഹത്തിന്, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ഉറങ്ങാൻ വേണ്ടി സ്ലീപ്പിംഗ് പിൽസ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന ഒരാളാണ് രാത്രികളിൽ. അപ്പം പണം പണമല്ല, സമാധാനം, അതൊക്കെ ഒരു പീസ്. പണം എത്ര പണം ഉണ്ടായിട്ട് എത്ര സൗകര്യം ഉണ്ടായിട്ട് കാര്യമില്ല. അയാൾ അത്രത്തോളം സ്ട്രെസ് ഒഴിവാക്കുക, ഉറക്ക് കിട്ടാനാണ്. കാരണം ഉറക്ക് കിട്ടാത്തവന് ഉറക്കിന്റെ വില മനസ്സിലാവുന്ന സംഭവമാണ്. ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ ഒരു ജനറേഷനിൽ നമ്മളിത് സംഭവം ഇപ്പൊ റീൽസിന്റെ അഡിക്ഷന് പോലെ. എനിക്കൊരു അറിവുണ്ടായി. ഒരു കുട്ടീനെ ഞാൻ കണ്ടു. ഇപ്പൊ ഒരു വലിയ പ്രായം, നമ്മളായിട്ട് ഒരു പ്രായം കുറഞ്ഞ കുട്ടിയാണ്. അവൻ എന്താണ് ഇപ്പോഴും പണിക്ക് പോവാണ്. പണിക്ക് പറഞ്ഞാല് രാവിലെ ടൈം എന്താണ് സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുക, രാത്രി പെട്രോൾ പമ്പിൽ നിൽക്കുക. അവനെ കണ്ടപ്പോ അവന് കണ്ണൊക്കെ ചോന്ന് പറഞ്ഞേക്ക് ഇവിടെ ഇതൊക്കെ ആയാണ്ട് കണ്ണൊക്കെ ആയപ്പോ ഞാൻ കണ്ണൊക്കെ തള്ളി. അപ്പൊ ചോദിച്ച പറഞ്ഞാണ് എന്നും ജോലി ഇങ്ങനെ ചെയ്യാം. പക്ഷെ അത്രയൊന്നും കഷ്ടപ്പെടരുത്. കാരണം നമ്മുടെ പൈസക്ക് അത് അതിനായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് വന്നോണ്ട് നമുക്ക് ഭയങ്കര ഇപ്പൊ പറഞ്ഞ ഈ ഒരു നമ്മളെ ഈ ജനറേഷൻ ഓടുന്നത് പൈസ ഉണ്ടാക്കണം. പക്ഷെ നമ്മൾ അത്രത്തോളം ഓടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബാലൻസ് സൈക്ലിംഗ് ഇത് നമ്മൾ തെറ്റിക്കാൻ പാടില്ല. ഫിനാൻഷ്യനേക്കാളും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് നമ്മളെ ഹെൽത്താണ്. ഹെൽത്ത് നോക്കണമെങ്കിൽ ഉറക്കം ഭയങ്കര വലിയ പ്രാധാന്യമാണ്. ഉറക്കം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ മന്ദപ്പാവും. നമുക്ക് തന്നെ അറിയാം, ഒന്ന് ഉറക്കൊന്ന് കുറച്ച് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായി പിന്നെ എണീച്ചാൽ നമുക്ക് കിളി പോയ ലെവലായിരിക്കും. നമുക്കൊന്നും മനസ്സിലാവില്ല. ആരൊക്കെയോ എവിടേക്കോ പറയുന്നുണ്ട്, കേട്ട് കഴിഞ്ഞാലും നമുക്കൊന്നും മനസ്സിലാവില്ല. ഇനി ഉറക്കം കുറഞ്ഞാലോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇനി ചില ഉറക്കം മൈക്രോ സ്ലീപ്പ് എന്ന് പറഞ്ഞൊരു സ്ലീപ്പ് ഉണ്ട് കേട്ടോ. മൈക്രോ സ്ലീപ്പ്, ഈ സ്ലീപ്പിന്റെ പ്രത്യേകത കുറച്ച് ടൈം ഇറങ്ങുള്ളൂ. പക്ഷെ അധികം ഈ സ്ലീപ്പ് ദുരന്തത്തിലേക്ക് നയിക്കുക. മനസ്സിലായോ? ഡ്രൈവേഴ്സ് ഉറങ്ങുന്ന ഉറക്കമാണ് മൈക്രോ സ്ലീപ്പ്. അതായത് കണ്ണൊന്നും ഇങ്ങനെ അടഞ്ഞിട്ടുണ്ടാവുള്ളൂ. ആ ഒരു ഉറക്കെന്നുള്ള ഒരു പ്രക്രിയക്ക് എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഒന്നും അടഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഓൺ ദ സ്പോട്ട് എന്താവുന്നു, നമ്മ ഒന്ന് നെഞ്ച് വളി പെട്ടെന്ന് എണീക്കിരിക്കും നമ്മ ഉറക്കത്തിന്ന്. ആ സംഭവം മൈക്രോ സ്ലീപ്പ് അത് വളരെ വലിയ ഡേഞ്ചർ ആയിട്ടുള്ള. ഉറങ്ങിയിട്ട് നമ്മളെ അറിയില്ലല്ലേ, ചോദിച്ചാൽ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലാന്നൊക്കെ പറയാം. ആവശ്യത്തോളം അത് നേരത്തെ നമ്മളീ പറഞ്ഞ യൂത്തിന്റെ പോലെ തന്നെ നമ്മൾ അവരുടെ ഒരു സംഭവം രാത്രി ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. റിസ്ക് എടുക്കുന്നുണ്ടല്ലേ, നമ്മൾ അത്രത്തോളം ബാലൻസ്ഡ് ആയിട്ട് പോകണം. രാത്രി ഉറക്ക് മിസ്സാണെങ്കിൽ അത്രയ്ക്ക് ഉറക്കണം. അയാൾ രാവിലെ അത്രത്തോളം സ്പെൻഡ് ചെയ്യണമെന്നാണ്. പിന്നെ ഈ ഉറക്കിന്റെ വിഷയത്തിൽ നമ്മളിങ്ങനെ റെഫർ ചെയ്ത് പോയപ്പോൾ ഭയങ്കര സ്ട്രൈക്ക് ആയത്, ഭയങ്കര അമേസ് ആയ സംഭവം. ഒരു യൂണിയൻ ഉറക്കിനായിട്ട് നാഷണൽ യൂണിയൻ ഓഫ് സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിയൻ ഉണ്ട്. NSUNSFO. 1900-ലാണ് സ്റ്റാർട്ട്, 1990 സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പറഞ്ഞാല് കറക്റ്റ് സ്ട്രക്ചേർഡ് യൂണിയൻ ആണ്. ജസ്റ്റ് പേരിന് ഉറക്ക് ഒരു ഹൈപ്പിനിട്ട് വെറുതെ ഒരു യൂണിയൻ അല്ല, ഒരു കറക്റ്റ് ആയിട്ട് സംഭവമാണ്. ഇതിന് യൂണിയന്റെ റൂൾസ് ആൻഡ് ബിലീഫ്സ് ഉണ്ട്. റൂൾസിൽ പറയുന്ന ഒന്നാമത്തെ റൂൾ എന്ന് വെച്ചാൽ എന്താണ്, എല്ലാവർക്കും റൈറ്റ് ടു സ്ലീപ്പ് വേണം. അവകാശം റൈറ്റ് ടു സ്ലീപ്പ്. നമ്മൾ റൈറ്റ് ഇറ്റായിട്ട് റൈറ്റ് ടു സ്ലീപ്പ്. കാരണം ഒരുപാട് കമ്പനീസ് ഉണ്ടാവും, നിങ്ങൾ നൈറ്റ് ഇത്ര ഷിഫ്റ്റ് ഇത്ര വർക്ക് ചെയ്യുന്നു. പക്ഷെ എന്താണ് അവിടെ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരുപാട് കമ്പനീസിനെതിരെ, ഒരുപാട് വർക്കേഴ്സിന്റെ ഫ്രീഡത്തിനെതിരെ, സ്ലീപ്പ് കിട്ടാൻ ഇവരോട് സ്ട്രഗിൾസ് കാര്യങ്ങളൊക്കെ നടത്തേണ്ടി വരും. അതുപോലെ രണ്ടാമത്തെ വെച്ചാൽ എന്താണ്, നാപ്പ് ഷുഡ് ബി അലൗഡ് ആൻഡ് റെസ്പെക്റ്റഡ് എന്നതാണ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്നമുറായി ഇല്ലേ, അപ്പൊ നാപ്പ് ഒരാൾ ഒരു ഓഫീസിൽ ജസ്റ്റ് വാങ്ങി പോവാണെങ്കിൽ റെസ്പെക്ട് ചെയ്യണം. പക്ഷെ നമ്മളവിടുത്തെ ഒരു ചൂടോ ആണാല് എന്താ പറയുക, ശമ്പളം കട്ട് ചെയ്യുന്നുള്ള സമയത്ത്. പക്ഷെ നമ്മൾ അത്രങ്ങനെ കാണരുത്, കാരണം അവരെ വർക്ക് അത്രത്തോളം ബാധിക്കുന്നതാണ്. പിന്നെ മൂന്നാമത്തെ എന്ത്, ഡ്രീംസ് ആർ ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ്. ഡ്രീംസ് ആണ് ഇമ്പോർട്ടന്റ്. കാരണം ഡ്രീംസ് എന്താവും, നമ്മുടെ ഫീലിങ്സിനെ എന്താവും സപ്പോർട്ട് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. ഡ്രീംസ് സഹായിക്കുന്നതാണ്. പിന്നെ നാലാമത്തെ എന്താണ് അപ്പം നാലാമത്തെ വെച്ചാല് ഓരോ ആൾക്കാർക്കും നമ്മൾ നേരത്തെ പോലെ ജനറ്റിക് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഉറക്കിന്റെ ശൈലികൾ ഉണ്ടാവും. ചിലപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ രാത്രി നമുക്ക് ചിലപ്പോൾ ഉച്ചയ്ക്ക് ഒരു നാപ്പ് വേണ്ടി വരും. അല്ലെങ്കിൽ ഒരുത്തൻ ഷോർട്ട് ടൈം നയിക്കാറ്, ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങണ നയിക്കാറ്. പക്ഷെ എന്നാലും ജസ്റ്റ് റെസ്പെക്ട് ചെയ്യണം. ഓരോരുത്തരെ ജനറ്റിക് സ്ലീപ്പ് അവയർനെസ് വെച്ചിട്ട് ഓരോ റെസ്പെക്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ ഈ സ്ലീപ്പ് ഇവരെ കീഴിൽ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്.
വലിയൊരു സ്ട്രക്ചേർഡ് സാധനമാണ് ഇത്. നമ്മളവിടെ ഒരു പാർട്ടിയൊക്കെ വർക്ക് ചെയ്യണ പോലെ ഇവര് കറക്റ്റ് ഫംഗ്ഷൻ ആയിട്ട് വർക്ക് ചെയ്യണം. കാരണം ഒരുപാട് കമ്പനീസുകളിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നു, വർക്കേഴ്സിനുള്ള ഫ്രീഡത്തിന് വേണ്ടി ചേഞ്ചസ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ തന്നെ. അപ്പൊ ഇവർ ഈ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചാൽ ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഡ്രീം ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഇവെച്ചാല് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ മൈൻഡില് നമ്മളെ മൈൻഡിൽ ഒരു ഇൻസ്റ്റബിലിറ്റി തോന്നി കഴിഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ടാല് ഇവര് നമ്മളെ പഠിച്ചിട്ട് ഇവര് നമ്മളെ സഹായിക്കും. അതാണിത്. പിന്നെ രണ്ടാമത്തെ വെച്ചാൽ രണ്ടാമത്തെ പറഞ്ഞാല് നാപ്പ് ഓഫീസ് എന്നുള്ളതാണ്. നാപ്പ് ഓഫീസേഴ്സ് ഇവിടെ ഓഫീസേഴ്സ് ഉണ്ടാവും. എന്നാല് നമ്മൾ ഈ ഷോർട്ട് ടൈം ആയിട്ട് നമുക്ക് നാപ്പുകൾ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യും. അതാണ് ഇവിടെ നാപ്പ് ഓഫീസേഴ്സ് പറഞ്ഞത്. പിന്നെ സ്ലീപ്പ് ടൈം കമ്മിറ്റി വലിയ റോളായിരിക്കും നമ്മളാണ്. എന്നുവെച്ചാല് ഓരോ ഇങ്ങനെ ഒരു കറക്റ്റ് ടൈം ഷെഡ്യൂൾ ചെയ്യണം. എന്നാൽ കുട്ടികളാണെങ്കിൽ ഇന്ന ഏജിന്റെ ഇടയിലാണെങ്കിൽ ഇവർക്ക് ഇത്ര ടൈം വേണം, ഇവർക്ക് ഇത്ര റെസ്റ്റ് കൊടുക്കണം. വർക്കേഴ്സ് ആണെങ്കിൽ ഇത്ര കൊടുക്കണം, ഇത്ര ഏജിന് ഇത്ര. ഇപ്പൊ ഹൈലി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇവർക്ക് ഇത്ര റെസ്റ്റിംഗ് കൊടുക്കണം, അവർക്ക് അത്ര വർക്ക് കൊടുക്കരുത്. ഫുൾ ടൈമിങ് കൺട്രോളിങ് വരെ കയ്യിൽ വരും. ഇതിന്റെ ഉറക്കത്തിനെ പറ്റി നമ്മങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടല്ല, വേറൊരു ആവശ്യത്തിന് വേണ്ടി വേരിയസ് ജോബ്സ് നമ്മങ്ങനെ നോക്കി. വേരിയസ് ജോബ്സ് എന്തെങ്കിലുമൊക്കെ ലോകത്തുണ്ടാവും. അപ്പൊ കണ്ട ഒരു സാരോട് ടെസ്റ്റ് ആണ്, എന്നുവെച്ചാൽ ബെഡ് ടെസ്റ്റ് എന്നുള്ളതാണ് അതിന്റെ പേര്. സാലറി ഹൈ സാലറി ആണ്. പ്രൊഫഷണൽ സ്ലീപ്പേഴ്സ് അങ്ങനെ ഓരോ ലാബിലാണ് നമ്മളിവിടെ. അതേപോലെ ഫോട്ടോഗ്രാഫർ, അതുപോലെ തന്നെ ഷെഫ് എന്നൊക്കെ അറിയാം. അതുപോലെ തന്നെ പ്രൊഫഷണൽ അവിടെ ഭയങ്കര സ്കോപ്പുള്ള എല്ലാരും മാക്സിമം കുറെ എൻക്വയറി. നമ്മളെ ഇപ്പൊ എടുത്ത് 2 മാസം നോക്കുമ്പോ ഇൻസ്റ്റയിൽ തന്നെ ഒരുപാട് സ്റ്റോറി ഒക്കെ ഓടിയ സംഭവമാണ് ഈ പ്രൊഫഷണൽ സ്ലീപ്പേഴ്സ് ഉള്ളത്. അവ ഇവര് എന്നിട്ട് ഹയറിങ് നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ രാജ്യങ്ങളിലേക്ക് പോയിക്കോളൂ, എൻക്വയറി നിങ്ങളെ ഇത് കാര്യങ്ങളൊക്കെ CV കാര്യങ്ങൾ ഇതിൽ അയച്ചോളൂ പറഞ്ഞിട്ട്. എന്നിട്ട് ഇവര് പറഞ്ഞാല് ഇവർക്ക് ഒരു കമ്പനി ഉണ്ടാവും. ആ കമ്പനി ഇവരെ ഹയർ ചെയ്യും. എന്നിട്ട് ഇവരെ വിളിക്കും, ഇവരെ ഇത് കഴിയും മീറ്റിംഗ്. അതുപോലെ തന്നെ ഇവരെ നമ്മളെ ഇത് കഴിയും, ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും, ഇവരെ ടെസ്റ്റ് ചെയ്യും. വെറുതെ പോയി എടുക്കൂല, കറക്റ്റ് എല്ലാം നോക്കും. എന്നിട്ട് എന്താവും, നേരെ എടുത്തിട്ട് ഇവർക്ക് ഒരു ഹോട്ടലിലെ പേര് പറയും. ഹോട്ടൽ ഇത്രാമത്തെ റൂമിൽ പോയത് ഒരു ചെലവും ഇല്ല. ഓലെ കാറിലെല്ലാം ഓല് തരുന്ന ബെഡിൽ ഉറങ്ങാ, റിപ്പ് ചെയ്താ ഈ ബെഡ് ഹെൽത്ത് ഇങ്ങനെയൊക്കെ പക്കയാണ്, ഈ ബെഡിന്റെ സോഫ്റ്റ്നെസ് ഇതാണ്, ബെഡ് ഇത്രത്തോളം അടിപൊളിയാണ്, ആ സംഭവം എഴുതി കൊടുക്കും. റിവ്യൂ കറക്റ്റ് ആയിട്ട് കൊടുക്കാം. ഈ സ്ലീപ്പിംഗ് ഫെഡറേഷന്റെ കീഴില് അവാർഡുകളുണ്ട്. ഏറ്റവും നന്നായിട്ട് ഈ കൊല്ലം ഏറ്റവും സമാധാനത്തോടുകൂടി ഉറങ്ങിയ ആളാരാണ്, അല്ലെങ്കിൽ ഇപ്രാവശ്യം ഇതിനെപ്പറ്റി ഗവേഷണം നടത്താൻ അമേരിക്കയില് ഞാൻ നോക്കുമ്പോ തന്നെ 400-ലധികം ഗവേഷകന്മാർ ഉറക്കത്തിനെ പറ്റി പഠിക്കാൻ. നമ്മളെ മനസ്സിലെന്താ, രാവിലെ ഉറങ്ങും, ഇങ്ങനെ കണ്ണടച്ചിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ പീരീഡിന് ഏതെങ്കിലുമൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഉറങ്ങാന്നുള്ളതിൽ നിന്ന് നമ്മളിതിൽ പഠിക്കാറില്ല. ഇത് സിമ്പിൾ സാധനമല്ല. ഇതിൽ പ്രവർത്തിക്കുന്ന നമ്മളെ ഇന്റേണൽ ഓർഗൻസ് കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ അത് ഹൈ സാധനമാണ്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടായിരുന്നു കേട്ടോ. എന്താ പറഞ്ഞാല് ഈ ഏറ്റവും കൂടുതൽ സുഖിച്ചുറങ്ങണായിരുന്നു ഈ കൂർക്കം വലിച്ചുറങ്ങണായിരുന്നു. ഏറ്റവും ആസ്വദിച്ച് ഉറക്കത്തിന് അത്ര നമ്മളിപ്പോ ഏകദേശം ഒരു രാത്രി ഉറങ്ങണ ഒരു ഇത് പോവാണെങ്കിൽ 2 മണി നല്ല കൂർക്കം വലിയായി. കാരണം ഡീപ്പ് പോയ ടൈമേക്കാൻ ആസ്വദിച്ച്. ഈ കൂർക്കമ്പലി എന്ന് വെച്ചാൽ ഒരു പേടിപ്പിക്കണ കൂർക്കമ്പലി ഇടാം, മറ്റുള്ളവരെ പേടിപ്പിക്കും, സ്വയം നല്ല ആസ്വദിച്ചുണ്ടാവും എന്നുള്ളത്. നീച്ച പറയാം, ഞാൻ കൂർക്കം വലിക്കാറൊന്നുമില്ല. കൂർക്കമ്പലിയെ പറ്റി സ്വന്തം കൂർക്കം വലിച്ചാണെന്ന് എനിക്ക് ഇതുവരെ ചോദിച്ച ഒരാളും അംഗീകരിച്ചില്ല. ഞാൻ സ്വന്തമായിട്ട് കൂർക്കം വലിക്കുന്നത്. ഞാൻ ഒരാളുടെ അടുത്ത് പറഞ്ഞു, നീ ഇന്നലെ രാത്രി കൂർക്കം വലിച്ചു തന്നെ നമ്മളെ ഹോസ്റ്റൽ റൂമിൽ കിടക്കുമ്പോൾ. അപ്പൊ എന്റെ അടുത്ത് തിരിച്ചു പറയാം, നീ ഇന്നലെ കൂർക്കം വലിച്ചു എന്ന്. എന്റെ ഇതിൽ ഞാൻ കൂർക്കം വലിച്ചില്ല, അവന്റെ ഇതിൽ അവരെ കൂർക്കം വലിച്ചു. അപ്പൊ ആര് കൂർക്കം വലിച്ചു, അതാണ് ഇപ്പൊ ഡൗട്ട് ആയിരുന്നു. ഉറക്കത്ത് നീച്ച കിടക്കുന്ന സ്വഭാവം. പിന്നെ നമ്മള് ഈ ഉമ്മാന്റെ ഗർഭാശയത്തിലുള്ള ഉറക്കം, അത് ഇങ്ങനെ ആദ്യമായിട്ട് ഉറങ്ങിയത് ആരാ, അല്ലെങ്കിൽ മനുഷ്യന്റെ ഉറക്കം എന്ന് പറയുന്നതാണെന്ന് വെച്ചാൽ ഉമ്മാന്റെ ഗർഭാശയത്തിൽ കുട്ടികൾ ഉറങ്ങുകയാണ് എന്നുള്ളതാണ്. അവർക്ക് അവിടെ ജീവനുണ്ട്, അവർ ഉറങ്ങുകയാണ്. അതായത് ഈ ഉറക്കത്തിൽ നീച്ചടക്കം ഉറക്കത്തിൽ ഉമ്മ പറയാറില്ലേ ചവിട്ടണ്ടെന്നൊക്കെ, ചിലപ്പോ അതായേക്കാ ഈ പിന്നീട് വന്നവര് ഉറക്കത്തിൽ ചവിട്ടിൽ നടക്കലൊക്കെ ആയിരിക്കും പിന്നീട് വന്നിട്ടുണ്ടാവും. പിന്നെ ഈ ഉറക്കത്തിനെ പറ്റി പഠിക്കുക എന്നുള്ളത് നമ്മ പഠിക്കല്ലേ, അതാണ് പോളിസോണോഗ്രഫി എന്നുള്ള ഒരു സാധനമാണ്. പോളിസോണോഗ്രഫി അത് ഉറക്കത്തെ പറ്റി കൂടുതൽ പറയും. ഇതിന് സ്ലീപ്പിംഗ് ലാബ്സ് ഒക്കെ ഉണ്ട്, ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഉറക്കത്തിന് എത്രമാത്രം ശതമാനം ഇങ്ങനെ ഉറക്കമുണ്ട്, നമ്മൾ ഉറക്കം കുറവാണോ കൂടുതലാണോ. ശരിക്കും മനസ്സിലാവില്ല ഒരു ഉറങ്ങാത്ത മനുഷ്യന്റെ കോലും ഒരു അവരുടെ മൈൻഡ് വളരെ എന്തായിരിക്കും, ഡൗൺ ആയിരിക്കും. ഇപ്പൊ ഒരു പുതിയ റീലുകൾ കാണുന്നത് കൂടുതലാണ് ഉറങ്ങുന്നവർക്കാണ് ക്രിയേറ്റിവിറ്റി കൂടുക. ഞാൻ ശരിക്കും അതിൽ വിശ്വസിക്കുന്നുണ്ട് സംഭവം. എന്നാല്
നമ്മളെ ക്ലാസ്സുകളൊക്കെ എടുത്തു നോക്കിയാല് ബുജികളും ചിന്തിക്കുന്നവരെ ഇതൊക്കെ പക്ഷെ ഈ മൂലക്കല് പോയി ഉറങ്ങുന്ന കുറെ ആൾക്കാരുണ്ടാവും പക്ഷെ അവർക്ക് നല്ല ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടാവും. ഞാൻ എന്റെ ലൈഫിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആളെ പേര് ഞാൻ പറഞ്ഞില്ല. ആളെപ്പോഴും വർക്ക് പിന്നീട് തുടങ്ങിയ ആള് വർക്കാണ് പിന്നെ പക്ഷെ ആളെ വർക്ക് കേൾപ്പിച്ച നല്ല ക്രിയേറ്റീവ് ആയിട്ട് ആളെ അടിപൊളിയായി ചെയ്യും. അതാണ് അയാളെ പ്രത്യേകത. പിന്നെ നമ്മളിപ്പോ വർക്കിന്റെ ഞാൻ പറഞ്ഞല്ലോ, വർക്ക് നമുക്ക് ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാൻ. അപ്പൊ വർക്കിന്റെ ഇതിൽ പറഞ്ഞു തരുമ്പോ ഇതിൽ മെഡിക്കൽ ആസ്പെക്ട്സ് ഉറക്ക് മിസ്സായത് വലിയൊരു മിസ്സാരാണ്. കാരണം ഉറക്കം മിസ്സായത് ഒരുപാട് ഇംബാലൻസ് നമ്മളെ കാണാൻ സാധിക്കും. ജീവിതത്തിന്റെ ബേസിക് സമാധാനം എന്നുള്ള സംഭവം ഹെൽത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരും. ഒന്നാമത്തെ സംഭവം എന്താ വെച്ചാല് നമ്മുടെ ഈ ഹോർമോൺസിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഹോർമോൺസിന്റെ വ്യത്യാസം എന്താണെന്ന് ചില കാര്യമില്ല. ഹോർമോൺസിന്റെ വ്യത്യാസം ഉണ്ടായാൽ തന്നെ നമ്മളെ ആങ്സൈറ്റി, നമ്മളെ സ്ട്രെസ്, നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്റ്റെബിലിറ്റി കറക്റ്റ് ആയിട്ട് മിസ്സാവും. അപ്പൊ നമ്മളൊരു കാര്യം വർക്ക് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ ചെയ്യാറുണ്ട് നമ്മളൊരു നേരത്തെ ഒരു ഷോർട്ട് ടൈമിന്റെ ഒരു ഇഷ്യൂ പറയല്ലോ ഡ്രൈവർമാരെ, ഇതൊക്കെ സംഭവിക്കണം ആ സർക്കുലേഷൻ. ഫസ്റ്റ് പറഞ്ഞ സർക്കുലേഷൻ ശരിക്കും നടക്കാത്തതുകൊണ്ടാണ്. ഈ റിതം സെറ്റ് ആവാന്നുള്ളതാണ്. പിന്നെ എന്തായാലും നമ്മളുടെ ഡാർക്ക് സാധനത്തിനനുസരിച്ച് നമ്മൾ ഓർക്കുക. ഈ ഇന്തോനേഷ്യ, ഫിൻലാൻഡ് ഭാഗങ്ങളിൽ, ഈ ഫിൻലാൻഡ് മെയിനായിട്ട് എന്താണ് സമയം പകൽ കുറവാണ്, അവിടെ രാത്രിയാണ് കൂടുതൽ. അതായത് അത്രയും സമയം ഉറങ്ങാന്നുള്ളതല്ല, മറിച്ച് ഉറങ്ങണതിന് സമയമുണ്ട്. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് സമയം ഫിക്സ് ചെയ്തത് ഇത്ര സമയത്ത് ഇത്ര സമയത്ത് ഉറക്കാം, ബാക്കിയുള്ള സമയം നിങ്ങൾ എന്താ പറയുക ഉണർന്നിരിക്കണം. കാരണം ഡാർക്ക് മൊത്തത്തിൽ നമ്മൾ ഉറങ്ങാനുള്ള ഇതായി കഴിഞ്ഞാൽ നമ്മൾ ഉറക്കം കൂടിക്കഴിഞ്ഞുള്ള പ്രശ്നങ്ങൾ വലിയ ഡേഞ്ചറാണ്. കാരണം നമ്മളെ മെൻ്റലി നമ്മൾ എന്താവും, ഡൗൺ ആവും ഉറക്കം കൂടിക്കഴിഞ്ഞാൽ. എന്നാൽ ചിലവരുണ്ട് കുറച്ചൊക്കെ കൂടുതൽ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക, വിഷയമില്ലാതെ അവർ സെറ്റായിട്ട് ബ്രില്യൻ്റ് ആയി പോണവരുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ മൊത്തത്തിൽ നമ്മുടെ ഒരു പോഡ്കാസ്റ്റില് ഫസ്റ്റ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. എന്നാ ഇത് നമുക്ക് ഇപ്പോഴും തിരിയാത്തൊരു പകരമാണ് എന്താണെന്നുള്ളത് ട്ടാ. അപ്പൊ നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് ഇതിലൂടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു പോഡ്കാസ്റ്റ് കാണാം.